ഹായ്, ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തോളമായി. അതിന് കാരണമുണ്ട്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം പുറത്തു പോയേക്കായിരുന്നു. അപ്പം യവന്മാർ മെസ്സേജ് അയച്ചു, അപ്പൂപ്പൻ്റെ ഒരു പാനിക് അറ്റാക്ക് വന്നു, സീനാണ്, വേഗം വീട്ടിൽ വരണമെന്ന്. എനിക്ക് അപ്പൂപ്പനെ അറിയാവുന്ന ഇത്രയും നാളിൽ അപ്പൂപ്പൻ ഇന്നേ വരെ പാനിക് അറ്റാക്ക് വന്നിട്ടില്ല. ഞാൻ ടെൻഷൻ അടിച്ച് വേഗം വണ്ടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ കിളവ സോഫയെ കുത്തിയിരിക്കുക. ഞാൻ അങ്ങനെ അടുത്ത് ചോദിച്ചു, പാനിക് അറ്റാക്ക് എന്തായിരുന്നു? അപ്പം അയാൾ പറയാം, പാനിക് അറ്റാക്ക് അല്ല അപ്പാ, പാനിക് അറ്റാക്കാണ്. ഞാൻ ചോദിച്ചു, പപ്പാനിക് അറ്റാക്കാ? അതെന്താണ്? പുള്ളി എന്നെ സോഫയെ പിടിച്ചിരുത്തി ടി വിയിലോട്ട് ചൂണ്ടിക്കാണിച്ചു. Pramod Pappan approach. Musafir. പ്രമോദ് പപ്പൻ എവന്മാരാണ് എബ്രഹാം ലിങ്കൻ ഡയറക്റ്റ് ചെയ്തത്. ഞാൻ തലവരെ ശ്രമിച്ചു. ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പൻ ഞാൻ എന്തിനാ ഈ പടം കാണണമെന്ന്. ബാഡ് ഐഡിയ. പുള്ളിയുടെ കയ്യിൽ ഒരു 3 minute പ്രസന്റേഷൻ റെഡിയായിരുന്നു. A journey of a commitment to protect and avenge. At times deeply disturbing, and the devil lurks in the pale moonlight. As stormy as the angry sea, where evil flexes its beaks, where action pumps. A journey of tantalizing nights, a journey of abiding friendships. ഇതെന്താ ആഭരണക്കടയുടെ പരസ്യോ? A journey of enigmatic romance, nail-biting suspense, unforgiving, powerful, where the glitter of life beckons, pulsating, arousing, and much beyond. Musafir. A Pramod Pappan approach. ഇത്രയും നല്ല പ്രസന്റേഷനൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു പടം കണ്ടു കളയാന്ന്. വളച്ചേട്ടില്ലാതെ കാര്യം പറയാം, നല്ല തൊട്ടിപ്പടം. Pulsating, arousing. ഒട്ടി സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ലെജൻഡറി ഡ്യൂവോ. ഓക്കെ, അപ്പോൾ പ്രമോദ് പപ്പൻ എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. സാധാരണ നമുക്ക് ഒരാളെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കളിയാക്കാൻ വേണ്ടി നമ്മൾ കുറേ ജോക്സ് കഷ്ടപ്പെട്ടുണ്ടാക്കണം. പ്രമോദ് പപ്പനെ റോസ്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അവരുടെ ഫിൽമോഗ്രഫി എടുത്ത് കാണിച്ചാൽ മതി. വജ്രം, തസ്കരവീരൻ, എബ്രഹാം ലിങ്കൺ, ബ്ലാക്ക് സ്റ്റാലിയൻ, ബാങ്കോക്ക് സമർ, മുസാഫിർ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം എന്താ? ബാങ്കോക്ക് സമർ. പക്ഷേ കേസ് ഞാൻ ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല. കാരണം ഇവർക്ക് വേണ്ടി യൂട്യൂബിൽ ഒരു ട്രിബ്യൂട്ട് വരെ കിടപ്പുണ്ട്. ഇടപെടുന്ന മേഖലകളിൽ നവീനമായ കൈമുദ്രകൾ പതിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരുടെ മനസ്സിൽ എന്നും സിനിമ മാത്രമായിരുന്നു. ഇവരെ പറ്റി ഭയങ്കര നന്നായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ വീഡിയോ ഉണ്ടാക്കിയത് ആരായിരിക്കും? മികച്ച സംഘാടകർ കൂടിയായിരുന്നു പ്രമോദ് പപ്പൻ. ആരായിരിക്കും ഗായ്സ് ഇവരെ പറ്റി ഇത്ര നന്നായി സംസാരിക്കുന്നത്? കേരളത്തിലും വിദേശത്തുമായി നടന്ന പല സ്റ്റേജ് ഷോകളിലും ഇവരുടെ സാന്നിധ്യം നിർണായകമായി. മറ്റാരുമല്ല, പ്രമോദ് പപ്പൻ തന്നെ. വണ്ടി തള്ളാൻ മറ്റൊരു തെണ്ടിയുടെ ആവശ്യമില്ല. Now shit gets really weird. ബേസിക്കലി പ്രമോദ് പപ്പൻ തന്നെ പ്രമോദ് പപ്പന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. ആൻഡ് ഇറ്റ്സ് സോ ബാഡ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായുള്ള അടുപ്പം ഒരു പുതിയ സിനിമയുടെ സംവിധാനത്തിലേക്ക് ഇരുവരെയും എത്തിച്ചു. വജ്രം, അതായിരുന്നു സിനിമ. വ്യത്യസ്തതയായിരുന്നു പ്രമോദ് പപ്പൻ ചിത്രങ്ങളുടെ പ്രത്യേകത. തുടർന്ന് തസ്കരവീരൻ, എബ്രഹാം ലിങ്കൺ, ബ്ലാക്ക് സ്റ്റാലിയൻ, ബാങ്കോക്ക് സമർ, മുസാഫിർ എന്നീ ചിത്രങ്ങൾ. ആൾക്കാർ കൈ അടിക്കുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊന്നും അത്ര ശരിയല്ല. ഈ പടത്തിനൊന്നും ആരും കൈ അടിച്ചില്ല. കാരണം ഈ പടം ഒന്നും തിയേറ്ററിൽ കാണാൻ ആരും പോയില്ല. ബാങ്കോക്ക് സമർ. പക്ഷെ ഇങ്ങനെ കൊച്ചാക്കുന്നത് ശരിയല്ല ഗൈസ്. ഇവർ മലയാള സിനിമയിൽ പല നവീനമായ ആശയങ്ങളും കൊണ്ടുവന്നിട്ടുള്ളവരാണ്. നവീനമായ ഒരാശയവും ഇവരെ സ്പർശിക്കാതെ കടന്നുപോകാം. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി ഓരോ ചലച്ചിത്ര സൃഷ്ടിയും പരിണമിച്ചു. ഇതാണ് സാങ്കേതിക തികവിന്റെ കുടമാറ്റം. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി ഓരോ ചലച്ചിത്ര സൃഷ്ടിയും പരിണമിച്ചു.
ചടുല വേഗങ്ങളുടെ പ്രചണ്ഡത ഓരോ സിനിമയും നിലനിർത്തി. A Pramod Pappan approach എന്ന് കേട്ട ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. A Pramod Pappan approach എന്ന തലവാചകത്തോട് നീതി പുലർത്തി എല്ലാ ചലച്ചിത്രങ്ങളും. പ്രമോദ് പപ്പന്റെ ഫിലിമോഗ്രഫിയും ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതിലും കൂടുതൽ ഒരു സാധനം അവരെ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഗൈസ് അവരിൽ തോപ്പിച്ചിറക്കും. അവർ ബോബി ചെമ്മടൂറായിട്ട് കൊളാബറേറ്റ് ചെയ്തു. And it's trippy as fuck. And then he does this. എൻ്റെ ഫേവററ്റ് ബാക്കി ഇരുന്ന് ട്വർക്ക് ചെയ്യുന്ന പയ്യന്മാർ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ആക്ച്വലി അത്ര പയ്യന്മാരില്ല, 4 പയ്യന്മാരേ ഉള്ളൂ. അവന്മാരിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കേട്ടു പ്രമോദ് പപ്പനും മമ്മൂട്ടിയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് 2020 ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. കുറച്ച് ആൾ മുമ്പ് നമ്മൾ കേട്ടു ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തു. കാരണം നമ്മൾ അന്വേഷിച്ചു, കണ്ടപ്പം ബോധ്യമായി. പ്രമോദ് പപ്പൻ ഒരു ചെറിയ ആൽബം മമ്മൂട്ടിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. MD രാജേന്ദ്രനാണ് ഈ പാട്ട് എഴുതിയത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും മമ്മൂട്ടിയെ കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമില്ലെന്ന്. ഇവർ ചെയ്തെന്താണെന്നറിയാമോ? നമ്മൾ ഈ ബാർബർ ഷോപ്പിൻ്റെയൊക്കെ വെളിയിൽ ഓരോരുത്തന്മാരുടെ പടം കാണൂല്ലേ, അതിലെല്ലാം മമ്മൂട്ടിയുടെ തല എഡിറ്റ് ചെയ്ത് വെച്ചു. കലയുടെ വേദിയിൽ കരതീർന്ന നട്ടുവൻ നീയല്ലോ, വേഷങ്ങളിലും നിനക്കായി നൽകാൻ കാത്തു നിൽക്കുന്നു നിന്നെ. ഗുഡ് ജോബ് പ്രമോദ് പപ്പൻ. ആ മനുഷ്യന് ഇതിലും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂല. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സ്റ്റോറി. മമതയാണ് പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുതലാളി, ഓർ ആസ് ദേ ലൈക്ക് ടു കോൾ ഇറ്റ് ഒരു ബിസിനസ് മാഗ്നറ്റ്. ഞാനൊരു ഗായികയാണ്, നർത്തകിയാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ് എന്നൊക്കെ വിശേഷിപ്പിച്ച് ഞാൻ കേട്ടു. മാഗ്നറ്റ് ആണോ? മാഗ്നറ്റ് ഫ്രിഡ്ജിലൊട്ടിച്ച് വയ്ക്കാം. ഞാൻ ഇപ്പം കാണിച്ച് ഈ വൃത്തിയായിട്ട് എഡിറ്റില്ലേ, അതിലും വൃത്തിയായിട്ട് എഡിറ്റിംഗ് ആണ് ഈ സിനിമയുടെ. സത്യം പറഞ്ഞ എൻ്റെ അമ്മുമ്മയുടെ ഷഷ്ടിപൂർത്തി വീഡിയോയ്ക്ക് ഇതിലും നല്ല എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എഡിറ്റിങ്ങിലെ ചില വിസ്മയങ്ങളാണ് വെള്ളത്തിൽ ഒഴുകി വരുന്ന ഇന്റർവെൽ. ബാല എവിടെ പോയാലും തലയുടെ മുകളിൽ കൂടെ പറക്കുന്ന പ്ലെയിൻ. കാലത്ത് 10 മണിക്ക് ഓഫീസിൽ വന്നിരുന്നെങ്കിൽ ആ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് പറയൂ. FFC. അയ്യോ, ആ FFC അല്ല, ഇത് വേറെ FFC, ഫ്രഞ്ച് ഫ്രൈഡ് ചിക്കൻ. പാർവണ ഗ്രൂപ്പിന്റെ ഫേക്ക് ഫ്ലെക്സ് ബോർഡ്. സീരിയസ്നെസ് കൊണ്ടാണ്, ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ചോദ്യമല്ല, പാർവണ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരത് ഗസ് ചെയ്യാമോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലേ? ഗസ്. മമ്മൂട്ടി, മോഹൻലാൽ. മമത എൻ്റെ മുതലാളിയില്ല, മമതയല്ല. സോറി ഗൈസ്. പാർവണ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് സെലീന ഗോമസ്. ഗൈസ്, പ്രമോദ് പപ്പൻ മൂവീസിലെ എഡിറ്റിങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എബ്രാഹിം ലിങ്കഡ് ഓർമ്മയില്ലേ? Gets me every time.
ഓക്കെ, കമ്മിങ് ബാക്ക്. മമതയുടെ അച്ഛനാണ് കൊച്ചിൻ ഹനീഫ. മമതയുടെ സബോർഡിനേറ്റ്സ് ആണ് മാമുക്കോയും ബാലയും. ഓൾസോ മമതയ്ക്ക് ഒരു വക്കീലുണ്ട്, ആർക്കും പേരറിഞ്ഞൂടാത്ത ഈ ആഹാ ഡൂഡ്. ഓക്കെ, ഇനി റഹ്മാനിലേക്ക് വരാം. റഹ്മാനാണ് ഹുമയൂൺ. ഒരു ദിവസം മമത നോക്കുമ്പോൾ മമതയുടെ വീട്ടിൻ്റെ വെളിയിൽ റഹ്മാൻ നിൽക്കുന്നു. മലയാളിയായ റഹ്മാൻ മലയാളിയായ മമതയോട് ഇംഗ്ലീഷിൽ കുറച്ച് പോളി ഫലിതങ്ങൾ പറയും. ഹുമയൂൺ, S04 ഹുമയൂൺ ഫ്രം കാലിക്കറ്റ്. മ്യൂസിഷ്യൻ. പാടും. സോ ബേസിക്കലി റഹ്മാനാണ് ഹുമയൂൺ. റഹ്മാൻ ഒരു മ്യൂസീഷ്യനാണ്, ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. മമത റഹ്മാന് ജോലി കൊടുക്കാമെന്ന് സമ്മതിക്കും. അങ്ങനെ ഇവർ ഫ്രണ്ട്സാവും, ക്ലോസ് ഫ്രണ്ട്സാവും. ലൈക്ക് ഹീസ് ഓൾവേസ് ക്വാർട്ടർ ബാക്ക്, ലിറ്ററലി. പിന്നെ ഹുമയൂണിന് ഒരു ഫ്രണ്ട് ഉണ്ട്, മുസാഫിറാണ്. ഹുമയൂൺ ലൈക്സ് മുസാഫിർ, ലൈക്ക് ഹി റിയലി ലൈക്സ് മുസാഫിർ. ഇൻസ്ട്രുമെന്റ്സിലെ പരിചയം മുസാഫിറിൽ നിന്നാ. ഇതിന്റെയൊക്കെ ഗുരു മുസാഫിറാണ്. മുസാഫിറിന്റെ ഫ്രണ്ടാ. എനിക്ക് മുസാഫിറിനോടൊന്ന് ചോദിക്കണം. കുറച്ച് നാൾ കഴിയും. ഒരു ദിവസം മമതയ്ക്ക് ഒരു കോള് വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ മമതയുടെ കമ്പനി പാർവണ ഗ്രൂപ്പ് ആരോ വിലയ്ക്ക് വാങ്ങിച്ചു, മമത അറിയാതെ. ഇത് കേട്ട മമത ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിച്ച മമത ന്യൂസ് വയ്ക്കും. പക്ഷെ ന്യൂസ് വെച്ചാൽ മമതയ്ക്കൊന്നും മനസ്സിലാവില്ല, കാരണം ന്യൂസിൽ എന്തോ പിച്ചും പെയ്യാ പറയണത്. ഗ്രാഫ് ഗോയിങ് ഡൗൺ. ഏത് ഗ്രാഫ്? അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഗ്രാഫ്. പ്രമോദ് പപ്പൻ്റെ കരിയർ ഗ്രാഫാണ്. ഡെഫിനറ്റ്ലി ഗോയിങ് ഡൗൺ. അടുത്തതായി ന്യൂസിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: മിഗ്രേറ്റഡ് ലേബേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു സബ്മിറ്റ് ദെയർ ID proofs ഫോർ റിനവൽ. സ്വാഭാവികമായും ന്യൂസ് കണ്ടിട്ടൊന്നും മനസ്സിലാവാത്ത മമത കോടതിയിൽ പോകും. My logo and brand name has been snatched away by an unknown person. And I feel that nobody's got the right to use my logo and brand name, which has been officially registered under the name of my company. അപ്പോഴാണ് മനസ്സിലാവുന്നത് മമതയുടെ കമ്പനി മമത അറിയാതെ തട്ടിയെടുത്തത് ഒരു മുസാഫിറാണ്. No, sir. It is not true. You will clearly understand the facts if you take the statement of my client, Mr. Musafir. അപ്പോൾ നമ്മൾ ആലോചിക്കും ആരായി മുസാഫിർ എന്ന്. കാരണം റഹ്മാൻ പറഞ്ഞനുസരിച്ച് റഹ്മാന്റെ ചഡ്ഡി ബഡ്ഡിയാണല്ലോ. ഇതിന്റെയൊക്കെ ഗുരു മുസാഫിറാണ്. മുസാഫിറിന്റെ ഫ്രണ്ടാ. അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 സായിപ്പന്മാരും പ്യൂഡിഫൈയും കയറി വരും. ആൻഡ് അവരുടെ ബാക്കിൽ മുസാഫിർ. അയ്യോ, എല്ലാവരും കേട്ടി. എടോ, സിനിമയുടെ ട്രെയിലർ താ മുസാഫിർ എന്ന് പറഞ്ഞ് തോക്കും പിടിച്ചോണ്ടിരിക്കുന്നു. ബട്ട് ജോക്സ് ഓൺ യു, ഈ ട്രെയിലർ ഒന്നും ആരും കാണാൻ പോണില്ലാണ് പ്രമോദ് പപ്പൻ അറിയാം. Pramod Pappan approach. എനിവേസ്, മുസാഫിർ കുറച്ച് കള്ളരേഖകൾ ഉപയോഗിച്ച് കോടതിയിൽ തെളിയിക്കും മുസാഫിർ മമതയുടെ അടുത്ത് നിന്ന് കമ്പനി വാങ്ങിച്ചു എന്നുള്ളത്. ഇനി ഈ സിനിമയിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അടുത്ത സെഗ്മെന്റിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, മ്യൂസിക്കൽ ഇന്റർപോൾ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. സോ ബേസിക്കലി ഞാൻ ഈ ലോങ് വീഡിയോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റിംഗ് എല്ലാം മിക്കപ്പോഴും ലാപ്ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ചെറിയ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ലാപ്ടോപ്പിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ ഫോണിൽ യൂസ് ചെയ്യുന്നത് വീറ്റ ആപ്പാണ്. വീറ്റ ഭയങ്കര ഈസി ടു യൂസ് ആണ്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എഡിറ്റിംഗ് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. ആൻഡ് വീറ്റയുടെ മെയിൻ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വാട്ടർമാർക്ക് ഇല്ല. നമ്മൾ ഫോണിൽ പല ആപ്സിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും, ആ വാട്ടർമാർക്ക് ഒരു വലിയ ശല്യമാണ്. അത് വീഡിയോ ക്വാളിറ്റി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. വീറ്റ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നമില്ല. ഓൾസോ വീറ്റയിൽ പല ഫിൽറ്റേഴ്സും എഫക്ട്സും എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീലി അവൈലബിൾ ആണ്. ഓൾസോ മറ്റ് ആപ്സിലില്ലാത്ത ക്ലോണിംഗ് പോലുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. വീറ്റ നിങ്ങൾ യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രോ ഔട്ട്രോ, നിങ്ങൾ ഇൻട്രോ പാർട്സോ ഔട്ട്രോ പാർട്സോ ഉണ്ടാക്കുമ്പോൾ അതിന് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വീറ്റയിൽ മ്യൂസിക് ഫ്രീലി അവൈലബിൾ ആണ്, ഫോണ്ട് ഫ്രീലി അവൈലബിൾ ആണ്. ഇതുകൊണ്ടെല്ലാം തന്നെ നിങ്ങൾ വീറ്റ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. എഡിറ്റിംഗ് ഭയങ്കര ഈസിയാക്കും. ചെറിയ എഡിറ്റിങ്ങിന് വേണ്ടി, റീൽസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ വീറ്റ നിങ്ങളുടെ എഡിറ്റിംഗ് ഭയങ്കര സിമ്പിളാക്കും. ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാതെ ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, മ്യൂസിക്കൽ ഇന്റർപോൾ. ഓക്കെ, സോ ഇനിയാണ് ഈ സിനിമയിലെ എൻ്റെ ഫേവറേറ്റ് സീൻ. ഇന്റർപോള് മമതയെ വിളിക്കും, എന്നിട്ട് പറയും മുസാഫിർ ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലാണെന്ന്. ഇന്റർപോൾ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയേക്കാണ് മുസാഫിറിനെ പറ്റി.
നിങ്ങൾ ഓർക്കണം, ഇത് ഇന്റർപോൾ ഉണ്ടാക്കിയേക്കുന്ന പ്രസന്റേഷനാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ച്. Musafir Asmi, age 35, ethnic Indian, born in Mumbai, reaches Dubai at the age of 10. And then shit gets really weird. കാരണം ഇന്റർപോൾ ഉണ്ടാക്കിയേക്കുന്ന വെറും ഒരു പ്രസന്റേഷൻ അല്ല, ഒരു ഔട്ട് ആൻഡ് ഔട്ട് മ്യൂസിക് വീഡിയോ. Dubai at the age of 10, after being adopted by a music lover as son from a rehabilitation center for the victims of Mumbai communal riots. He turns a criminal after returning to Dubai 5 years after the death of his savior. Interpol. He hacked the confidential tender amounts of big companies, spying on them, and thus became a buddy of the bigwigs in business. ഇത് മുസാഫിറായിട്ട് ഇന്റർപോളിൽ ഉണ്ടാക്കി കൊടുത്തതാണോ? കുറെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. Not surprisingly, there is no single reference to Musafir's name in any rape or murder case file. A decent criminal. That is a tag given to him by the Spanish police. സ്പാനിഷ് പോലീസിന് വേറെ പണിയില്ല. പ്രമോദ് പപ്പ. A decent criminal. That is a tag given to him by the Spanish police. പക്ഷേ ഇത് മാത്രമല്ല ഗൈസ്, മുസാഫറിന്റെ സോഫ്റ്റ് സൈഡും ഇന്റർപോൾ നല്ല ഭംഗിയായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. Some swear that even as he was hand in glove with those in big business, he never received a single penny. Some even say that all his money went to charity. If it is true, one could call him a foolish adventurist. Oh, so sweet. Some even say that all his money went to charity. നമ്മൾ ഓർക്കട്ടെ എന്താന്ന് വെച്ചാൽ, ഇന്റർപോൾ ഈ ഫുൾ മ്യൂസിക് ആൽബം മുസാഫറിനെ വെച്ച് ഷൂട്ട് ചെയ്തു. പക്ഷെ മുസാഫറിനെ അറസ്റ്റ് ഒന്നും ചെയ്തില്ല. But his brilliance was undoubted and his each move totally unpredictable. അത് ശരിയാ, വൈ ഷൂട്ട് വെൻ യു ക്യാൻ ഷൂട്ട് എന്നാണല്ലോ. എന്തായാലും ഗുഡ് ജോബ് ഇന്റർപോൾ, നല്ലൊരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. എല്ലാവരും ഇന്റർപോളിന് നല്ലൊരു കൈയടി കൊടുത്തേ. Totally unpredictable. അപ്പോൾ ഗൈസ്, കല്യാണം, ബർത്ത്ഡേ പാർട്ടി, ഏത് ഫംഗ്ഷൻ്റെ വീഡിയോ കവറേജ് ആണെങ്കിലും ആരെ വിളിക്കേണ്ടതെന്ന് അറിയാമല്ലോ, ഇന്റർപോൾ. നല്ല ഭംഗിയായി വീഡിയോ ഷൂട്ട് ചെയ്ത് തരും. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, സോങ്സ്. ഫസ്റ്റ് സോങ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ദിലീഷ് പോത്തൻ. ലൈക്ക് പാട്ടിങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് ദിലീഷ് പോത്തൻ കയറുന്നെല്ലാം കുളമാകും. അടുത്ത പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, റഹ്മാൻ കീബോർഡ് പ്ലേ ചെയ്യാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു വയലിൻ സൗണ്ട് കേട്ടല്ലോ, അതായിരിക്കും പ്ലേ ചെയ്യുന്നത്. അത് റഹ്മാൻ തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു വോക്കൽസ് ഡ്രംസ് ഒക്കെ കേട്ടാൽ അതായിരിക്കും പ്ലേ ചെയ്യുന്നത്. അത് റഹ്മാൻ തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും താളം പിടിക്കുന്ന ആരാണ്. നിങ്ങളുടെ മ്യൂസിക്കൽ മേസ്ട്രോ AR റഹ്മാൻ ആയിരിക്കും, നമ്മുടെ മേസ്ട്രോ വേറൊരു റഹ്മാൻ. ആൻഡ് ലാസ്റ്റ് സോങ് ആണ് ഇന്റർപോൾ ഇറക്കിയ ബ്ലോക്ക് ബസ്റ്റർ ആൽബം. Some swear that even as he was ആരോടും പറയില്ല ഒരു സത്യം പറഞ്ഞു, എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു.
ഇനി നമുക്ക് ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകാം, ഫ്ലൈയിങ് റഹ്മാൻ. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മമത റഹ്മാനെ കാണാൻ പോകും. പക്ഷേ റഹ്മാൻ്റെ കൂടെ ബാല നിൽക്കുന്നു. Are you surprised to see me now? നീ അന്വേഷിക്കുന്ന ബ്ലാക്ക് ഷിപ്പ് ഞാനാണ്. ശക്തിധരൻ. യെസ്, ശക്തിധരൻ. അപ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് മനസ്സിലാവുന്നത്. ബേസിക്കലി ബാല റഹ്മാന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു മമതയുടെ സ്നേഹം പിടിച്ചു പറ്റി കള്ളത്തരത്തിലൂടെ മമതയുടെ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തട്ടിയെടുക്കണമെന്ന്. അങ്ങനെ ബാല കാശ് കൊടുത്തിട്ട് വന്നയാളാണ് റഹ്മാൻ. ഇതറിഞ്ഞ മമത മുസാഫിറിനോട് പേഴ്സണലി സംസാരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ മമത ഡാർക്ക് വെബിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മുസാഫിറുമായി ചാറ്റ് ചെയ്യും. ആ സോഫ്റ്റ്വെയർ ആണ് സ്കൈപ്പ്. ഇതായിരിക്കും സാങ്കേതിക തികവിൻ്റെ കുടമാറ്റം. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി മമത റഹ്മാനോട് പറയും എത്ര ക്യാഷ് ആണെങ്കിലും തരാം, ബാലയുടെ അടുത്ത് നിന്ന് കമ്പനി തിരിച്ച് മമതയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്ന്. ഞാൻ നിങ്ങൾക്ക് പണം തരാം, എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം, കൂടരുത് കുറയരുത്. പറയും നിങ്ങൾക്ക് എത്ര പണം വേണം. അപ്പം റഹ്മാൻ ഒരു മാസ് ഡയലോഗ് അടിക്കും. നിങ്ങളുടെ പുരാണത്തിലൊരു കഥയില്ലേ, പെരുവിരൽ ഗുരുദക്ഷിണയായി കൊടുത്ത ഒരു ഏകലവ്യൻ. എൻ്റെ പെരുവിരൽ ആരും ചോദിച്ചില്ല, കാരണം എനിക്ക് ഗുരുവില്ല. അയ്യേ. നിങ്ങളുടെ പുരാണത്തിലൊരു കഥയില്ലേ, പെരുവിരൽ ഗുരുദക്ഷിണയായി കൊടുത്ത ഒരു ഏകലവ്യൻ. എൻ്റെ പെരുവിരൽ ആരും ചോദിച്ചില്ല, കാരണം എനിക്ക് ഗുരുവില്ല. റഹ്മാൻ ഡീൽ സമ്മതിക്കും. റഹ്മാൻ മമതയുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കും. എന്നിട്ട് ബാലയുടെ അടുത്ത് പോയി പറയും മര്യാദയ്ക്ക് കമ്പനി തിരിച്ച് മമതയ്ക്ക് കൊടുക്കാൻ. അപ്പം സ്റ്റൈലിഷായ ബാല പറയും കൊല്ലക്കുടിയിൽ സൂചി വ്യാപാരം നടത്തരുതെന്ന്. ഇത് കേട്ട റഹ്മാൻ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മാസ് ഡയലോഗ് അടിക്കും. Don't try to threaten blacksmith's dog with a drum. Don't try to threaten blacksmith's dog with a drum. ഓക്കെ ഗൈസ്, അപ്പോൾ മനസ്സിലായല്ലോ. സീനിയേഴ്സ് നിങ്ങളെ കോളേജിൽ റാഗ് ചെയ്ത് വരട്ടാൻ നോക്കിയാൽ തിരിച്ച് ഇത് പറഞ്ഞാൽ മതി. Don't try to threaten blacksmith's dog with a drum. നിങ്ങൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന സീനിയേഴ്സ് തനിയെ ഓടിപ്പിക്കോളൂ. മൂവിങ് ഓൺ. ബാല റഹ്മാനോട് പറയും മമതയുടെ കമ്പനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. ബാല വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ റഹ്മാൻ ഒരു ടെക്നോളജിക്കലി ബ്രില്യൻ മൂവ് ഇറക്കും. റഹ്മാൻ ബാലയുടെ കാർ ഓടിക്കും ബ്ലൂടൂത്ത് ഉപയോഗിച്ച്. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി റഹ്മാൻ ബാലയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറി പൂട്ടിയിടും. I am sorry. മുസാഫിർ, സ്മാർട്ട് മൂവ്. എന്നിട്ട് മമതയും ഗ്യാങ്ങിനെയും വിളിച്ചോണ്ട് വരും. പക്ഷെ അവരവിടെ എത്തുമ്പോഴത്തേക്കും ബാലയെ ആരോ ഫിനിഷ് ചെയ്തേക്കും. റഹ്മാൻ ഹോട്ടലിലെ CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും ആരാ ബാലയെ കൊന്നതെന്ന്. യെസ്, കഥയിലെ ഫൈനൽ വില്ലനാണ് ഈ പാവം പിടിച്ച ആഹാ ഡൂഡ്. സോ ബേസിക്കലി സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ബാലയുടെ ബോസാണ് ആഹാ ഡൂഡ്. ബാലയെ റഹ്മാൻ പിടിച്ചപ്പം ബാല സത്യം എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പേടിച്ച് ആഹാ ഡൂഡ് ബാലയെ കൊന്നു. പക്ഷെ ആഹാ ഡൂഡ് ബാലയെ കൊല്ലുന്ന CCTV ഫുട്ടേജ് റഹ്മാന് കിട്ടി. അഡ്വക്കേറ്റ് മേനോൻ, നിങ്ങളുടെ ട്രസ്റ്റഡ് ലോയർ. ഇത് റഹ്മാൻ പോലീസിൻ്റെ കൈ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആഹാഡോട് മമതയെ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് പറയും റഹ്മാൻ ഈ ഹാർഡ് ഡിസ്ക്, അതായത് ആഹാഡോട് ബാലയെ കൊല്ലുന്ന CCTV ഫുട്ടേജുള്ള ഹാർഡ് ഡിസ്ക് ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് റഹ്മാനാണ് ബാലയെ കൊന്നതെന്ന് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഇയാൾ മമതയെ കൊല്ലുമെന്ന്. ഞാൻ നിന്ന് തരില്ല മുസാഫിർ, അതിനായി ഞാൻ എന്തും ചെയ്യും. എന്നുവെച്ചാൽ അനുപമയെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. റഹ്മാൻ പറയും ശരി, CCTV ഫുട്ടേജ് അടങ്ങിയ ഈ ഹാർഡ് ഡിസ്ക് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാം, പോലീസ് കീഴടങ്ങാം, മമതയെ വെറുതെ വിടണമെന്ന്. ഹലോ മുസാഫിർ.
ശക്തിധരനെ കൊലപ്പെടുത്തിയ കുറ്റമേറ്റെടുത്ത് സറണ്ടർ ആവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവർ ഡീൽ ഉറപ്പിക്കും. ആഹാഡൂട് മമതയെ കൊണ്ട് കാറിൽ പറഞ്ഞ സ്പോട്ടിലെത്തും. റഹ്മാനും കാർ ഓടിച്ച് വന്നാൽ മതിയായിരുന്നു. പക്ഷെ സാങ്കേതിക തികവിന്റെ കുടമാറ്റം വേണ്ടേ? അതുകൊണ്ട് റഹ്മാൻ പാരച്യൂട്ടിൽ സ്കൂട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ട് വരും. നവീനമായ ഒരാശയവും റഹ്മാൻ ആഹാഡൂഡിന് ഹാർഡ് ഡിസ്ക് കൊടുക്കും. ആഹാഡൂഡ് മമതയെ വിട്ടയക്കും. എന്നിട്ട് പുള്ളി ഹാർഡ് ഡിസ്കിൽ നിന്ന് എവിഡൻസ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഈ മണ്ടൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇയാളെ പിടിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഓ പോലീസ് അങ്ങനെ ഇയാളെ പൊക്കി, റഹ്മാൻ ഹാർഡ് ഡിസ്ക് എവിഡൻസ് ഉള്ള ഹാർഡ് ഡിസ്ക് ഇയാൾക്ക് കൊടുത്തതല്ലേ. വെൽ ടേൺസ് ഔട്ട് റഹ്മാൻ ഇയാളെ കാണാൻ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ആ വഴി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി അവിടെ ഹാർഡ് ഡിസ്ക് കാണിച്ചായിരുന്നു. ഞാൻ ആലോചിക്കണം അതല്ല, ആ സ്കൂട്ടർ കം പാരച്യൂട്ട് വെഹിക്കിൾ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ എവിടെ പാർക്ക് ചെയ്തത്? ഈ തെണ്ടിത്തരം മനസ്സിലാക്കി ആഹാഡോട് കോപിതനാവും. ഇജാതി മോന്മാര് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി ആഹാഡോട് ഒറ്റ വെടി വയ്ക്കും. അങ്ങനെ മുസാഫിർ മരിക്കും. സിനിമ തീരും. Pramod Pappan approach. In conclusion, എനിക്ക് പറയാനുള്ളത്, this movie is not that bad. In some places it is pulsating, arousing, but most of the time it's just deeply disturbing. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ഉള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. വീറ്റ ആപ്പിൻ്റെ കാര്യം മറക്കല്ല ഗൈസ്. എഡിറ്റിംഗ് വളരെ സിമ്പിളാണ്. വീറ്റ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നമുക്ക് നിസാരം എന്ന് പറഞ്ഞൊരു ചാനലും കൂടെ ഉണ്ട്. അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.